തെളിവുകളുടെ സുവർണ ചെങ്ങലയാണ് ഏതൊരു കുറ്റാന്വേഷകനും തേടുന്നത്. ശ്രീറാം വെങ്കിട്ടരാമൻ കാറിടിച്ച് കൊലപ്പെടുത്തിയ KM ബഷീറിന്റെ കാര്യത്തിൽ മാത്രം ആ സുവർണ ചെങ്ങല പൊട്ടിച്ചെറിയാനാണ് കുറ്റാന്വേഷണ ഉദ്യോഗസ്ഥർ ശ്രമിച്ചത്. ഇന്ന് ഈ വിഷയം ആഴത്തിൽ കുറ്റവും ശിക്ഷയും പരിശോധിക്കുന്നു. ഇത് കേരള പോലീസിലേക്ക് എത്തുമ്പോൾ നീതി സംരക്ഷിച്ചു പിടിക്കേണ്ടവർ, സത്യം തിരഞ്ഞു പിടിക്കേണ്ടവർ, സത്യത്തിന്റെയും നീതിയുടെയും തെളിവിന്റെയും സുവർണ ചെങ്ങല സംരക്ഷിച്ചു പിടിക്കേണ്ടവർ ആ ചെങ്ങല പൊട്ടിക്കാൻ പോയ കഥയാണ് ശ്രീറാം വെങ്കിട്ടരാമന്റെ കഥ. ശ്രീറാം വെങ്കിട്ടരാമൻ 2019 ഓഗസ്റ്റ് മാസം 3-ാം തീയതി സിറാജിന്റെ തിരുവനന്തപുരം ബ്യൂറോ ചീഫായിരുന്ന KM ബഷീറിനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസ്. ഈ കേസിൽ പോലീസ് ആദ്യം ചെയ്തത് തെളിവുകൾ ശേഖരിക്കുകയായിരുന്നില്ല, ഓരോന്നോരോന്നായി തെളിവുകൾ അപ്രത്യക്ഷമാക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ എല്ലാ പ്രാഥമികമായിട്ടുള്ള നിയമങ്ങളും സംവിധാനങ്ങളുമെല്ലാം അധികാരത്തിലിരുന്ന, അന്ന് സർവാധികാരമുണ്ടായിരുന്ന ഒരു IAS ഓഫീസർക്കു വേണ്ടി കീഴ്മേൽ മറിക്കപ്പെട്ടു. അപ്പർ ക്രസ്റ്റിനു വേണ്ടി എല്ലാ നീതിപീഠങ്ങളും തലകുനിക്കുന്ന അവസ്ഥയിലേക്ക് ദുർബലമാക്കിയ തെളിവുകളാണ് കോടതിയിൽ പ്രസന്റ് ചെയ്തത്. അതിനെ തുടർന്ന് ജാമ്യം കിട്ടി പുറത്തിറങ്ങി. ഒരു ദിവസം പോലും കോടതിയിൽ കിടന്നില്ല. IPC 304-ഉം 201-ഉം ചാർജ് ചെയ്ത ശ്രീറാം വെങ്കിട്ടരാമന്റെ കേസ് നമ്മൾ ആഴത്തിൽ പഠിക്കാൻ പോവുകയാണ്. ശ്രീറാം വെങ്കിട്ടരാമൻ KM ബഷീറിനെ കൊലപ്പെടുത്തിയ കേസിൽ പുതിയ അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു. പ്രതീക്ഷയുണ്ട് പുതിയ അന്വേഷണത്തിൽ. യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്താണ് വിശദമായി പരിശോധിക്കുന്നു. കുറ്റവും ശിക്ഷയും, ക്രൈം ആൻഡ് പണിഷ്മെന്റ്. km/h മാത്രം വേഗപരിധിയുള്ള തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജവീഥി, കവടിയാർ മുതൽ മ്യൂസിയം വരെയുള്ള രാജപാതയിൽ മണിക്കൂറിൽ 140 കിലോമീറ്റർ വേഗത്തിൽ നീല നിറത്തിലുള്ള വോൾസ്വാഗൻ വെന്റോ കാർ ഓടിച്ചു വരികയായിരുന്നു ശ്രീറാം വെങ്കിട്ടരാമനും കാറിന്റെ ഉടമയായ തന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് വഫ ഫിറോസും. സംഭവിച്ചതെന്താണ്? കഥ നമുക്ക് ഓർമ്മിച്ചെടുക്കാം. 2019 ഓഗസ്റ്റ് മാസം 3-ാം തീയതി അർദ്ധരാത്രി, സമയം 12:59. കഥ ആരംഭിക്കുന്നു. നിനച്ചിരിക്കാതെയാണ് KM ബഷീറിന്റെ വിടവാങ്ങൽ. തലസ്ഥാനത്തെ മുതിർന്നവർ മുതൽ ഇളമുറക്കാർ വരെയുള്ള മാധ്യമപ്രവർത്തകരെ സൗഹൃദത്തിൽ കോർത്തിണക്കിയ കണ്ണികളിൽ ഒരാൾ. ചെറുപുഞ്ചിരിയോടെ തലസ്ഥാനത്തെ മാധ്യമ കൂട്ടായ്മകളിൽ എന്നും സജീവ സാന്നിധ്യം. ചെറുപ്രായത്തിൽ തന്നെ സിറാജ് ദിനപത്രത്തിന്റെ തലസ്ഥാന യൂണിറ്റ് നയിക്കാൻ നിയോഗിക്കപ്പെട്ടവൻ. സ്ഥിരോത്സാഹ മനസ്സാണ് ഏവരെയും KMBയിലേക്ക് അടുപ്പിച്ചത്. ഓഗസ്റ്റ് 3-ന് മദ്യത്തിൽ നിലതെറ്റിയ ശ്രീറാം വെങ്കിട്ടരാമന്റെ വാഹനം KM ബഷീറിനെ എന്നേക്കുമായി ഇല്ലാതാക്കി. മ്യൂസിയം പോലീസ് സ്റ്റേഷനു സമീപം പബ്ലിക് ഓഫീസിന് മുന്നിൽ നിർത്തിയിട്ട ബഷീറിന്റെ ബൈക്കിനു പിന്നിൽ സർവേ ഡയറക്ടർ ശ്രീറാം വെങ്കിട്ടരാമൻ സഞ്ചരിച്ച കാർ ഇടിക്കുകയായിരുന്നു. കൊല്ലത്ത് തന്റെ പത്രത്തിന്റെ പ്രചാരണ യോഗത്തിൽ പങ്കെടുത്ത ശേഷം തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ബഷീർ. ഒരു മൂളൽ മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. ചീകരിപ്പാഞ്ഞു വന്നു. അപ്പോൾ ബൈക്ക് വരെയായിരുന്നു. ബൈക്ക് ഈ കാറ് വരുന്ന ഇത് കണ്ട് ബൈക്ക് ഒതുക്കി സ്കിറ്റ് ചെയ്താണ് വന്ന് ബൈക്കിൽ ഇടിച്ച് കയറിയത്. പാർട്ടി കഴിഞ്ഞ് മദ്യപിച്ച് ലക്ക് കെട്ടാണ് ശ്രീറാം വെങ്കിട്ടരാമൻ ഇറങ്ങിയത്. KL1 BM 360 നമ്പർ കാറിൽ സുഹൃത്തായ വഫ ഫിറോസും ഒപ്പമുണ്ടായിരുന്നു. അമിതവേഗത്തിൽ പായുന്ന വാഹനം വെള്ളയമ്പലം ചുറ്റി മ്യൂസിയത്തിന് മുന്നിലേക്ക്. ഈ സമയം മ്യൂസിയത്തിന് മുന്നിലുള്ള പബ്ലിക് ഓഫീസ് സമുച്ചയത്തിന്റെ ഗേറ്റിന് മുന്നിൽ ബൈക്ക് നിർത്തി നിൽക്കുകയായിരുന്നു KM ബഷീർ. ഒരു നിമിഷം ചിന്തിക്കാൻ പോലും അവസരം കിട്ടുന്നതിന് മുൻപ് ആ ജീവൻ കാറിന്റെ ബോണറ്റിൽ കുരുങ്ങി. കാൽ നിലത്തുറക്കാത്ത നിലയിലായിരുന്നു
ശ്രീറാം വെങ്കിട്ടരാമൻ. കൂടെ ഒരു ലേഡി കൂടെ ഉണ്ടായിരുന്നു. ലേഡി അപ്പോഴേ തന്നെ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ വേറെ വണ്ടിയിൽ അവരുടെ വീട്ടിലെ മരപ്പാലത്തുള്ളതെന്നാണ് പറഞ്ഞത്. അബുദാബിയിൽ നിന്ന് വന്നിട്ട് 1 മാസം ആയതേ ഉള്ളെന്നാണ് ഇന്നലെ ഇവിടെ പറഞ്ഞത്. 1 വർഷം മുൻപ് നാട്ടിൽ സ്വന്തമായി വീട് വയ്ക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലായിരുന്നു ബഷീർ. അതിനുശേഷം ഇടയ്ക്കിടെ നാട്ടിൽ പോകാനും ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം താമസിക്കാനുള്ള ആഗ്രഹവും ഔദ്യോഗിക തിരക്കുകൾക്കിടയിൽ പലപ്പോഴും സാധിച്ചില്ല. സ്വന്തം വീട്ടിൽ താമസിച്ച് മതിയാകാതെയായിരുന്നു ബഷീറിന്റെ മടക്കം. നന്മയുള്ളവനായിരുന്നു ഞങ്ങളുടെ ബഷീർ, നന്ദിയുള്ളവനായിരുന്നു. സ്വന്തം ജോലിയോട് ആത്മാർത്ഥത പുലർത്തിയ കെ ബഷീർ അർദ്ധരാത്രിയിലും ഉണർന്നിരുന്ന് തന്റെ ജോലി സ്ഥലത്തു നിന്നും തൊട്ടടുത്ത ബ്യൂറോയുടെ ഒരു പ്രചരണാർത്ഥം പോകുന്ന വേളയിലാണ് അത്യാഹിതം സംഭവിച്ചത്. KL01 BM 360 എന്ന വോക്സ് വാഗൻ ബ്ലൂ വെന്റോ കാർ. ഈ കാർ അമിത വേഗതയിലായിരുന്നു എന്നതിന്റെ മൊഴിയും ദൃക്സാക്ഷിയുടെ വിവരണവും നമ്മൾ കണ്ടുകഴിഞ്ഞു. ഇതൊന്നല്ല, ഇങ്ങനെ പല മൊഴികളുണ്ട് നമുക്ക് അമിത വേഗതയിലായിരുന്നു കാറെന്ന് സാക്ഷ്യപ്പെടുത്താൻ. പക്ഷേ ആദ്യം കോടതിയിൽ സമർപ്പിക്കപ്പെട്ട അന്വേഷണ റിപ്പോർട്ടിൽ കാറിന്റെ അമിത വേഗത തെളിയിക്കുന്ന ഒരു മൊഴിയും ഉണ്ടായിരുന്നില്ല, ഒരു തെളിവും ഉണ്ടായിരുന്നില്ല. മാത്രവുമല്ല, അധികാരത്തിലുണ്ടായിരുന്ന ഒരു IAS ഉദ്യോഗസ്ഥൻ അപകടത്തിൽപ്പെട്ടപ്പോൾ IAS ഉദ്യോഗസ്ഥൻ കുറ്റവാളിയായി വരുന്ന സാഹചര്യത്തിൽ ആ IAS ഉദ്യോഗസ്ഥനു വേണ്ടി വഴിവിളക്കുകൾ കണ്ണുചിമ്മി, ബ്രത്ത് അനലൈസുകൾ നിശബ്ദമായി, ഒപ്പം ബ്ലഡ് സാമ്പിളുകൾ പരിശോധിക്കണമെന്ന ചട്ടം കാറ്റിൽ പറന്നു. എല്ലാം ശ്രീറാം വെങ്കിട്ടരാമൻ IAS എന്ന ഉദ്യോഗസ്ഥന് വേണ്ടി, ഒപ്പം കൂടെയുണ്ടായിരുന്ന വഫ ഫിറോസിനു വേണ്ടി. ആ കൃത്യം നടന്ന സ്ഥലത്ത് നിന്നും ഞങ്ങളുടെ സംഘം ഒരു പരീക്ഷണ യാത്ര നടത്തി. എത്രയെത്ര CCTV ക്യാമറകൾ കടന്നാണ് വഫ ഫിറോസും ശ്രീറാം വെങ്കിട്ടരാമനും കൃത്യം നടന്ന സ്ഥലത്തേക്ക് എത്തിയത് എന്ന ആ ദൃശ്യത്തിലേക്കാണ് നമ്മൾ. ആ ദൃശ്യം പുനരാവിഷ്കരിക്കുന്നു 24. കവടിയാറിൽ നിന്ന് തുടങ്ങി മ്യൂസിയത്തിലുള്ള ആക്സിഡന്റ് സ്പോട്ട് വരെ എ ജേർണി ബാക്ക്. ഓഗസ്റ്റ് മാസം 3-ാം തീയതി അർദ്ധരാത്രി 12:59 നേരം പുലരുന്നു. അർദ്ധരാത്രിയിൽ പാർട്ടി കഴിഞ്ഞ് കവടിയാറിലുള്ള IAS ക്ലബിൽ നിന്നും പുറത്തിറങ്ങുന്ന ശ്രീറാം വെങ്കിട്ടരാമൻ ദാ ഇവിടെ ഈ കവടിയാർ സ്പോട്ടിലാണ് ഈ വഫയുടെ കാർ വെങ്കിട്ടരാമനെ തേടി എത്തുന്നത് രാത്രി 12:59. അതിനുശേഷം ഈ 12:59 ഈ സ്പോട്ടിൽ വഫ തന്നെയാണ് കാർ ഓടിച്ചിരുന്നത്. പക്ഷേ തൊട്ടടുത്ത് 300 മീറ്റർ കഴിഞ്ഞപ്പോഴേക്കും കാർ നിർത്തുന്നു. അവിടെ ശ്രീറാം വെങ്കിട്ടരാമൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറുന്നു. അതിനുശേഷം ഈ രാജവീതിയിൽ എല്ലാ സിമവും എല്ലാ സമയത്തും കണ്ണ് ചിമ്മന്നിക്കൊണ്ടിരിക്കുന്ന ഒരു ക്യാമറയുണ്ട്, സ്പീഡ് ട്രാക്കിംഗ് ക്യാമറ. ആ സ്പീഡ് ഡിറ്റക്ഷൻ ക്യാമറ മറികടന്ന് 100 മുതൽ 140 കിലോമീറ്റർ വേഗതയിൽ കാർ കുതിക്കുന്നു. അപ്പോൾ സമയം 12:59 കഴിഞ്ഞ് 30 സെക്കൻഡ്. അതിനുശേഷം കഫേ കോഫിയുടെ സമീപത്തുള്ള CCTV അതും കണ്ണടച്ചു ശ്രീറാമിന് വേണ്ടി. തൊട്ടടുത്ത് തോമസ് ഐസക്കിന്റെ ബംഗ്ലാവിന് മുന്നിലുള്ള CCTV അതും കണ്ണടച്ചു ശ്രീറാമിന് വേണ്ടി. രാജ്ഭവൻ, എല്ലാ സെക്യൂരിറ്റി പരിരക്ഷയും നൽകുന്ന സംസ്ഥാനത്തിന്റെ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന ഗവർണർ ഇരിക്കുന്ന രാജ്ഭവന്റെ മുന്നിലുള്ള പോലീസ് CCTVയും കണ്ണടച്ചു ശ്രീറാം വെങ്കിട്ടരാമന് വേണ്ടി. അതിവേഗത്തിൽ പാഞ്ഞ് വെള്ളയമ്പലത്തിൽ റൗണ്ട് എടുക്കുന്നു. അതിനുശേഷം കാർ അമിത വേഗതയിൽ പായുന്നു. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിലുള്ള CCTVയിൽ മാത്രം ഈ ദൃശ്യം പറയുന്നു. ഈ ഒരു മിന്നായം പോലെ ശ്രീറാം വെങ്കിട്ടരാമനും വഫ ഫിറോസും സഞ്ചരിച്ച കാർ അതിനുശേഷം അതിവേഗം മ്യൂസിയം പോലീസ് സ്റ്റേഷന് മുൻപിലെത്തുന്നു. ഇവിടെയാണ് ഏറ്റവും വലിയ കോമഡി. മ്യൂസിയം പോലീസ് സ്റ്റേഷന് മുന്നിലുണ്ടായിരുന്ന ക്യാമറയും അന്ന് കണ്ണടച്ചു ശ്രീറാം വെങ്കിട്ടരാമന് വേണ്ടി. അതിനുശേഷം പബ്ലിക് ഓഫീസിലുള്ള ആക്സിഡന്റ് സ്പോട്ടിന് മുമ്പിലുള്ള CCTVയിൽ ആ ദൃശ്യം പതിയുന്നു. ഇവിടെ വെച്ചാണ് ആക്സിഡന്റ് സ്പോട്ട് ഉണ്ടാവുന്നത്. 12:59 കവടിയാർ ജംഗ്ഷനിൽ നിന്നും യാത്ര ആരംഭിക്കുന്ന വഫ ഫിറോസും ശ്രീറാം വെങ്കിട്ടരാമനും കേവലം 2 മിനിറ്റ് കൊണ്ട് മ്യൂസിയം കടന്ന് പബ്ലിക് ഓഫീസ് ആക്സിഡന്റിലേക്കുള്ള ഈ സ്പോട്ടിലേക്ക് എത്തി. മണിക്കൂറിൽ ശരാശരി 140 km/h ആയിരുന്നു ഈ വാഹനത്തിന്റെ വേഗമെന്ന് കണ്ടുനിന്നവർ സാക്ഷ്യപ്പെടുത്തുന്നു. പക്ഷെ അതുകൊണ്ട് കോടതി വിശ്വസിക്കില്ല.
പോലീസ് രണ്ടാം ഘട്ട അന്വേഷണത്തിൽ ശ്രീചിത്ര എഞ്ചിനീയറിംഗ് കോളേജിലെ വിദഗ്ധരുടെ സേവനം ഉപയോഗപ്പെടുത്തുന്നു. ഓട്ടോമൊബൈൽ ഉദ്യോഗസ്ഥർ പറയുന്നു ഇത് 140 km/h വേഗതയിൽ സഞ്ചരിച്ചാണ് വാഹനം അപകടമുണ്ടാക്കിയതെന്ന്. ശ്രീറാം വെങ്കിട്ടരാമൻ ഇനി ഉത്തരം പറയേണ്ട ചോദ്യവും അത് തന്നെയായിരിക്കും. പക്ഷേ ആരായിരുന്നു ഡ്രൈവിംഗ് സീറ്റിൽ എന്നുള്ളതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട ചോദ്യം. അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു അത് ശ്രീറാം വെങ്കിട്ടരാമൻ ആയിരുന്നില്ല, വഫ ഫിറോസ് ആയിരുന്നുവെന്നാണ് ശ്രീറാം വെങ്കിട്ടരാമൻ ആദ്യം മൊഴി നൽകിയത് എന്നാണ്. എന്തിനാണ് ഒരു IAS ഓഫീസറായിരുന്ന ദേവികുളത്ത് ഇടുക്കിയിൽ അസിസ്റ്റന്റ് കളക്ടറായിട്ടിരിക്കെ സത്യസന്ധവും നീതിയുക്തവുമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഹീറോയിക് ഇമേജ് ലഭിച്ച ശ്രീറാം വെങ്കിട്ടരാമൻ അങ്ങനെയൊരു കള്ളം പറഞ്ഞത്? ഈ കള്ളത്തെ മറികടക്കാൻ ഞങ്ങൾക്കൊരു മൊഴി കിട്ടി. ആ മൊഴി നിർണായകമായിരുന്നു. സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ഒരു യൂബർ ഈറ്റ്സിന്റെ ജീവനക്കാരൻ ഞങ്ങളുടെ ക്യാമറയ്ക്ക് മുന്നിൽ മൊഴി നൽകി. ആ മൊഴി നിർണായകമായിരുന്നു. ആ മൊഴിയിലേക്ക് പുള്ളിക്കാരൻ ബോധത്തിലല്ലായിരുന്നു. കാരണം ഒരാൾ മദ്യപിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. പുള്ളിക്കാരനെ നാക്ക് കുഴയുന്നതായിരുന്നാലും സംസാരിക്കുന്നതായിരുന്നാലും നമുക്ക് അറിയാൻ പറ്റും. പിന്നെ നമ്മളെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു, അതിൻ്റെ സ്മെല്ലും ഉണ്ടായിരുന്നു, മദ്യത്തിൻ്റെ സ്മെല്ലുണ്ടായിരുന്നു. കാലുറച്ച രീതിയിലല്ലായിരുന്നു, നല്ല ഫിറ്റായിരുന്നു പുള്ളിക്കാരൻ. പോലീസ് വന്നപ്പോഴും ഒരു കൂസലും ഇല്ലാതെ നിന്ന് സംസാരിച്ചു. അത് കണ്ടപ്പോഴാണ് നമുക്ക് പിന്നെ, കാരണം അത്രത്തോളം ഹോൾഡുള്ള ഒരാളെ പോലീസുകാരുടെ അടുത്ത് ഇത്രയും ഒരു സംഭവം നടന്നിട്ട് അങ്ങനെ സംസാരിക്കത്തുള്ളൂ. എനിക്കിവിടെ ഒരു എക്സ്പേർട്ടിന്റെ സഹായം ആവശ്യമുണ്ട്. കാരണം എത്ര സമയമാണ് മദ്യലഹരി രക്തത്തിൽ ഉണ്ടാവുക എന്നതാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായ കാര്യം. രാത്രി 1 മണിയോടുകൂടി ആക്സിഡന്റ് നടക്കുന്നു. 3 മണിയോടുകൂടി കിംസ് ഹോസ്പിറ്റലിലേക്ക് എത്തുന്നു. അതിവിചിത്രമായ രീതിയിൽ IAS ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യപ്പെട്ട പ്രതിയെ പക്ഷേ നിർഭാഗ്യവശാൽ പോലീസിന്റെ സംരക്ഷണയിൽ കൊണ്ടുപോകാൻ സാധിക്കാതെ പോയി. ജനറൽ ഹോസ്പിറ്റലിൽ നിന്നും അതിനുശേഷം നേരെ മെഡിക്കൽ കോളേജിലേക്ക് പോകേണ്ട പ്രതിയായ ശ്രീറാം വെങ്കിട്ടരാമൻ തന്റെ കോളേജിൽ പഠിച്ചിരുന്ന ഡോക്ടർ സുഹൃത്തുമൊത്ത് അനീഷുമൊത്ത് നേരെ പോകുന്നത് കിംസ് ഹോസ്പിറ്റലിലേക്കാണ്. സ്വകാര്യ ആശുപത്രിയിൽ ഹൈടെക്കായ ഒരു വാർഡിൽ അദ്ദേഹം പ്രവേശനം നേടുന്നു. അതിനുശേഷം 8 മണിക്കൂർ സമയം കഴിഞ്ഞതിനു ശേഷം രക്തത്തിന്റെ സാമ്പിൾ എടുക്കാൻ പോലീസ് തയ്യാറാവുന്നു. ആ 8 മണിക്കൂർ കൊണ്ട് ശരീരത്തിലുണ്ടായിരുന്ന മദ്യത്തിന്റെ അളവ് കുറയുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിലൊരു നിർണായകമായ മൊഴി കിംസ് ഹോസ്പിറ്റലിൽ നിന്നും നമുക്ക് ലഭിച്ചു. അവിടെ ആ സമയത്ത് ജോലി ചെയ്തിരുന്ന ആ നേഴ്സ് തന്നെ നമ്മളോട് പറഞ്ഞു, ഈ പ്രതിയായ ശ്രീറാം വെങ്കിട്ടരാമൻ തന്റെ ശരീരത്തിൽ നിന്നും രക്തസാമ്പിൾ എടുക്കാൻ എന്നതിൽ സമ്മതിക്കുന്നില്ല, വിസമ്മതിച്ചുകൊണ്ടേയിരുന്നുവെന്ന്. അങ്ങനെ രക്തസാമ്പിൾ എടുക്കാൻ എന്തുകൊണ്ടായിരിക്കും മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ കൂടിയായ, ഒരുപക്ഷെ 2 വർഷം കഴിഞ്ഞാൽ അധികാര പദവി, മജിസ്ട്രേറ്റിന്റെ അധികാര പദവിയിലേക്ക് എത്തുന്ന ഒരു സിവിൽ സർവീസ് ഓഫീസർ മനഃപൂർവ്വം കള്ളം പറഞ്ഞതാണോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എനിക്കിവിടെ ഒരു എക്സ്പെർട്ടിന്റെ സഹായം ആവശ്യമുണ്ട്. നമ്മൾ അവിടേക്ക് പോകുന്നു. എത്ര സമയം രക്തത്തിൽ മദ്യത്തിന്റെ അംശം നിലനിർത്താൻ സാധിക്കും? ഈ കേസിൽ സംഭവിച്ചത് എന്താണ്? ദുരൂഹതകൾ ഒന്നൊന്നായി മറനീക്കി പുറത്തു വന്നേ മതിയാകും. ഐ നീഡ് ആൻ എക്സ്പെർട്ട്. ഡോക്ടർ അന്നമ്മ നമുക്കൊപ്പം ചേരുന്നു, ഫോറൻസിക് സർജൻ. ഡോക്ടർ അന്നമ്മ, ഒരു 2 ചോദ്യങ്ങളാണ് നമുക്ക് ഈ ഘട്ടത്തിൽ സംശയകരമായി മുന്നിലുള്ളത്. ആ ദിവസം കാറിൽ ഡ്രൈവിംഗ് സീറ്റിൽ ഉണ്ടായിരുന്നത് ആരായിരുന്നു എന്ന ചോദ്യത്തിന് ആദ്യം ശ്രീറാം വെങ്കിട്ടരാമൻ നൽകുന്ന മൊഴി താനല്ല വാഹനം ഓടിച്ചിരുന്നത്, തൊട്ടടുത്തുണ്ടായിരുന്ന വഫ ഫിറോസ് ആണ് എന്നാണ്. ഞങ്ങൾ മനസ്സിലാക്കിയിടത്തോളം പോലീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നത് ശ്രീറാം വെങ്കിട്ടരാമൻ ആണ് എന്ന് തെളിയിക്കാൻ എന്തുതരം ഫോറൻസിക് തെളിവുകളാണ് ശേഖരിക്കേണ്ടത്? അതുമായിട്ടൊരു ക്ലാരിഫിക്കേഷൻ. ഞാനൊരു ഫോറൻസിക് സർജൻ അല്ല, ഞാനൊരു ഫോറൻസിക് സയന്റിസ്റ്റ് ആണ്. അപ്പോ ആരാണ് വണ്ടി ഓടിച്ചിരുന്നതെന്ന് അറിയണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന ആളുടെ കോണ്ടാക്ട് ട്രേസ് എവിഡൻസ് ആണ് ആവശ്യമായിട്ടുള്ളത്. ഇവിടെ 2 തരത്തിലുള്ള കോണ്ടാക്ട് ട്രേസ് എവിഡൻസ് ആണ്. ഒന്ന് ഈ സ്റ്റിയറിംഗ് വീലിൽ നിന്ന് കിട്ടുന്നു, അതുപോലെ തന്നെ നമ്മുടെ സീറ്റ് ബെൽറ്റ്. അപ്പൊ അതില് മെയിൻ ആയിട്ടുള്ള ഒരു എവിഡൻസ് എന്ന് പറയുന്നത് ഫിംഗർ പ്രിന്റ് എവിഡൻസ് ആണ്. അത് പക്ഷേ സ്റ്റിയറിംഗ് വീലിൽ നിന്ന് കിട്ടാനുള്ള സാധ്യത കുറവുണ്ട്. അപ്പൊ അവിടെ നിന്ന് നമുക്ക് പ്രത്യേക രീതിയിൽ സ്വാബ് ചെയ്ത് DNA, അതായത് സ്വെറ്റ് കണ്ടാമിനേഷൻ ഉണ്ടാവും. ഈ വണ്ടി ഓടിക്കുന്ന ആള് ഇതിൽ സ്റ്റിയറിംഗിൽ ടച്ച് ചെയ്യുമ്പോൾ സ്വെറ്റ്, അതോടൊപ്പം തന്നെ സ്കിൻ സെൽസ് അത് കണ്ടാമിനേറ്റഡ് ആവും. അപ്പൊ സെല്ലുണ്ടെങ്കിൽ നമുക്ക് DNA ചെയ്യാൻ പറ്റും. DNA ചെയ്ത് കഴിഞ്ഞാൽ ആളെ ഇൻഡിവിജ്വലൈസ് ചെയ്യാം.
അപ്പൊ അത് ഒരു എവിഡൻസ്. പിന്നെ അതിൽ തന്നെ സ്മൂത്ത് പ്രതലമുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് സീറ്റ് ബെൽറ്റിന്റെ ബക്കിള്, അപ്പൊ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ, അവിടെ നിന്നൊക്കെ നമുക്ക് ഫിംഗർ പ്രിന്റ് ഈസി ആയിട്ട് കളക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ രണ്ട് എവിഡൻസ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻഡ് ആയിട്ടുള്ള ആൾക്കാർ രണ്ടുപേര്, ഒന്ന് ഈ പറയുന്ന ഉദ്യോഗസ്ഥൻ, രണ്ട് അദ്ദേഹത്തിന്റെ സുഹൃത്ത് എന്ന് പറയുന്ന വാഫ ഫിറോസ്. അപ്പൊ ഇവരുടെ രണ്ടാളുടെയും DNA-യും ഫിംഗർ പ്രിന്റും ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഈസി ആയിട്ടുള്ള ഒരു സൊല്യൂഷനിൽ എത്താവുന്നതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ വണ്ടി ഓടിച്ചത് മാഡം, ഒരു കാര്യം കൂടി, ഇതിൽ അപകടത്തിൽ ശ്രീറാം വെങ്കിട്ടരാമനും പരിക്കേറ്റിരുന്നു. പക്ഷെ ആ പരിക്കുകൾ പ്രാഥമിക ചികിത്സ നൽകാൻ പര്യാപ്തമായിരുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇതിൽ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുമ്പോൾ സ്വാഭാവികമായും അവിടെ അതിനുള്ള സേഫ്റ്റി മെഷേഴ്സ് എല്ലാം ഉണ്ടാവും. ആ സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാറിന്റെ സെക്യൂരിറ്റി മെഷറുകളെല്ലാം, സേഫ്റ്റി ബാഗ് അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി പ്രവർത്തിക്കുകയും ചെയ്തു. പക്ഷേ സ്റ്റിയറിംഗ് വീൽ നെഞ്ചത്ത് വന്ന് ഇടിച്ചതിനെ തുടർന്നുണ്ടാവുന്ന പരിക്കുകൾ, അത് പരിശോധിച്ചാലും ഡ്രൈവിംഗ് സീറ്റിൽ ഉണ്ടായിരുന്നത് ശ്രീറാം വെങ്കിട്ടരാമൻ എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുമോ? തീർച്ചയായിട്ടും അതും പരിശോധന വിധേയമാക്കാവുന്നതാണ്. ഈ ആക്സിഡന്റ് സീന് ശരിക്കും റീകൺസ്ട്രക്ട് ചെയ്ത് വേണം നമുക്ക് ഒന്നുകൂടി സയന്റിഫിക് ആയിട്ടുള്ള സ്ഥിരീകരണം, എല്ലാ സംശയങ്ങളും ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റീകൺസ്ട്രക്ഷനും കൂടി നടത്തുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന ടെക്നിക്ക് ഉപയോഗിച്ച് ഇത് കറക്റ്റ് ആയിട്ട് നമുക്ക് ആരാ വണ്ടി ഓടിച്ചെന്നുള്ള കാര്യം തർക്കമില്ലാതെ സ്ഥിരീകരിക്കാവുന്നതേ ഉള്ളൂ. ഒരു നിമിഷം ഹോൾഡ് ചെയ്യണം, എനിക്ക് പ്രേക്ഷകരോട് ചിലത് പറയാനുണ്ട്. ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഫോറൻസിക് സയന്റിസ്റ്റായ ഡോക്ടർ അന്നമ്മ പറഞ്ഞത് പ്രേക്ഷകർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ സംഭവ സ്ഥലത്ത് നിന്നും ആരായിരുന്നു ഡ്രൈവിംഗ് സീറ്റിൽ ഉണ്ടായിരുന്നത് എന്ന അനുമാനത്തിലേക്ക് എത്തണമെങ്കിൽ കൃത്യം റീക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. സാധാരണ എല്ലാ കുറ്റകൃത്യങ്ങളും ഫോറൻസിക് എക്സ്പെർട്ടുകളുടെ സാന്നിധ്യത്തിൽ അത് റീക്രിയേറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ ഈ കേസിൽ സംഭവിച്ചത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തി. ഒരു മരണം നടന്ന ഒരു കേസിൽ, അതും മദ്യപിച്ച് വാഹനമോടിച്ച് അപകടം നടത്തിയെന്ന് പ്രഥമ ദൃഷ്ട്യാ തന്നെ പോലീസിന് ബോധ്യപ്പെട്ട ഒരു കേസിൽ കൃത്യത്തിന്റെ പുനരാവിഷ്കാരം നടത്താൻ പോലീസ് തയ്യാറായില്ലെന്ന് മാത്രമല്ല, മണിക്കൂറുകൾക്കുള്ളിൽ കൃത്യം നടന്ന സ്ഥലത്ത് നിന്നും ഈ കാർ അവിടെ നിന്നും മാറ്റി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. തുടക്കം മുതൽ തന്നെ കുറ്റവാളി ഒരു അപ്പർ കാസ്റ്റ് ആണെങ്കിൽ, കുറ്റവാളി ഒരു സിവിൽ സർവീസിന്റെ പ്രിവിലേജ് കവറുള്ള ഒരാളാണെങ്കിൽ പോലീസ് എങ്ങനെ പെരുമാറുമെന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമായി മാറി വെങ്കിട്ടരാമന്റെ കേസ്. ഇനി ഞാൻ ഒരിക്കൽ കൂടി ഡോക്ടർ അന്നമ്മയിലേക്ക് പോകുന്നു. മാം, ഒരു സംശയം കൂടി ബാക്കിയുണ്ട്. മദ്യത്തിൽ എത്ര ശതമാനം, അല്ലെങ്കിൽ മദ്യത്തിൽ എത്ര സമയം, രക്തത്തിൽ എത്ര സമയം വരെ മദ്യത്തിന്റെ അളവ് നിൽക്കും എന്നതാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായ കാര്യം. 1 മണിക്ക് അപകടം നടക്കുന്നു. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് അന്ന് രാത്രിയിൽ 12:59 കാറിൽ കയറുന്നതുവരെയും ശ്രീറാം വെങ്കിട്ടരാമൻ സുഹൃത്തുക്കളുമായി മദ്യസൽക്കാരത്തിലായിരുന്നു, പാർട്ടിയിലായിരുന്നു. അതിനുശേഷം അപകടം നടന്ന് 2 മണിയോടുകൂടി ജനറൽ ഹോസ്പിറ്റലിൽ എത്തുന്നു. അവിടെ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് പോകാനെന്ന വ്യാജേന കിംസ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. കിംസ് ഹോസ്പിറ്റലിൽ വെച്ച് പരിശോധന നടത്തുന്നു. ഇവിടെ മെഡിക്കൽ സാമ്പിൾ ആ സമയത്ത് ശേഖരിച്ചിരുന്നെങ്കിൽ രക്തത്തിൽ മദ്യത്തിന്റെ അളവ് കണ്ടെത്താൻ കഴിയുമായിരുന്നു. പക്ഷേ രാവിലെ 9 മണിയോടുകൂടി മാത്രമാണ് ബ്ലഡ് സാമ്പിൾ പരിശോധനയ്ക്ക് വിടുന്നത്. അതായത് 8 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു അപകടം കഴിഞ്ഞ്. മദ്യപിച്ചതിന് ശേഷം 10 മണിക്കൂർ കഴിഞ്ഞാൽ രക്തത്തിൽ എത്ര ശതമാനം മദ്യത്തിന്റെ സ്വാധീനം അല്ലെങ്കിൽ അംശം, സാന്നിധ്യം കണ്ടെത്താൻ സാധിക്കും ഡോക്ടർ അന്നമ്മ? ഇത് മദ്യവെച്ചിട്ടുള്ള എന്ന് സംശയിക്കുന്ന ഒരാളുടെ സാമ്പിൾ എടുക്കുന്നതിന്റെ ഒരു സാധാരണ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എടുക്കുക എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഇത് നമ്മൾ 5 മണിക്കൂറിനുള്ളിലാണ് കറക്റ്റ് ആയിട്ട് എടുക്കാറുള്ളത്. 5 അല്ലെങ്കിൽ 8 മണിക്കൂറിനുള്ളിൽ എടുക്കാം. 12 മണിക്കൂർ വരെ എടുത്താലും ഇത് സക്സസ്ഫുൾ ആയിട്ട് അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഓരോ മണിക്കൂർ 15 മില്ലിഗ്രാം വെച്ച് ലോസ് ചെയ്യുന്നു. അത് 15 തൊട്ട് ഏതാണ്ട് 60, അതായത് 60, 15-ന് 60 മില്ലിഗ്രാമിൽ, ഇത് അമേരിക്കയുടെ കണക്കാണ്. നമ്മളത് ആവറേജ് 50 മില്ലിഗ്രാം പെർ അവർ ലോസ്. അപ്പൊ അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. മാക്സിമം 12 മണിക്കൂറിനുള്ളിൽ എടുത്താലും കിട്ടും. പക്ഷെ വിഷയം അതല്ല, അത് നേരെ നമ്മൾ എടുക്കുന്ന മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ട് സാമ്പിൾ കളക്ഷൻ, ബ്ലഡ് സാമ്പിൾ എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ അതല്ല, ഇടയ്ക്കൊരു മീഡിയേഷൻ ഉണ്ടായിട്ടുണ്ട്. വേറൊരു ഹോസ്പിറ്റലിലേക്ക്, പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ അവിടെ നമുക്ക് എന്താണ് സംഭവിച്ചെന്നുള്ളത് ആർക്കും അറിയത്തില്ല. അപ്പൊ അവിടെ ഒരു ട്രാൻസ്പെറൻസി ഇല്ല. അപ്പൊ അതിനിടയിൽ എന്തെങ്കിലുമൊക്കെ ട്രീറ്റ്മെന്റ് നടത്തിയിട്ടുണ്ടോ, എന്തെങ്കിലും ആന്റിഡോട്ട് കൊടുത്തിട്ടുണ്ടാവുമോ, ഈ കാര്യങ്ങളൊക്കെ അത് സംശയാസ്പദമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഒരു നിമിഷം, ആന്റിഡോട്ടിന്റെ കാര്യം കൂടി പ്രേക്ഷകർക്ക് അറിയാൻ ആഗ്രഹമുണ്ട്.
രണ്ടു പ്രധാനപ്പെട്ട കെട്ടുകഥകളാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്, അഭ്യൂഹങ്ങൾ മാത്രമാണ്. ഒന്ന്, ശ്രീറാം വെങ്കിട്ടരാമൻ രാത്രി 3 മണിയോടുകൂടി കിംസ് ഹോസ്പിറ്റലിൽ എത്തുന്നു. അതിനുശേഷം 9 മണി വരെയുള്ള സമയം ശ്രീറാം വെങ്കിട്ടരാമൻ ഒരു ഡോക്ടറായിരുന്നു. അദ്ദേഹത്തിന്റെ ഡോക്ടർ സുഹൃത്തുക്കളുമൊത്ത് അദ്ദേഹം സംസാരിക്കുന്നു. അദ്ദേഹത്തെ ഹൈഫൈ ആയ ഒരു വാർഡിൽ പ്രവേശിപ്പിക്കുന്നു. പുറത്തുനിന്നാരും ഇവിടെ പ്രവേശിക്കുന്നില്ല, പോലീസിന്റെ സാന്നിധ്യമില്ല എന്നതുകൂടി ഓർമ്മിക്കണം. ഈ സമയത്ത് ശ്രീറാം വെങ്കിട്ടരാമനെ ഡയാലിസിസിന് വിധേയമാക്കി എന്ന തരത്തിലുള്ള ചില കഥകൾ കൂടി പ്രചരിക്കുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് ഇനിയും സ്ഥിരീകരിക്കാറായിട്ടില്ല. പക്ഷെ എങ്ങനെയായിരിക്കും രക്തത്തിൽ മദ്യത്തിന്റെ അളവ് കുറയ്ക്കാനുള്ള ആന്റിഡോട്ട് സംവിധാനം നൽകിയിട്ടുണ്ടാവുക? ഇത് നൽകുന്നത് എങ്ങനെയാണ്? ഇത് നൽകാൻ ഇത്ര സമയം മതിയോ എന്ന ചോദ്യവും ഈ ഘട്ടത്തിൽ പ്രസക്തമാണ്. ഒരിക്കൽ കൂടി ഡോക്ടർ അന്നമ്മയിലേക്ക്, ഈ ആന്റിഡോട്ട് നൽകാൻ എത്ര സമയം ആവശ്യമുണ്ട്? എത്ര സമയം കഴിഞ്ഞാൽ അത് പ്രവർത്തിച്ചു തുടങ്ങും? അതിനൊരു ശാസ്ത്രീയമായ വിശദീകരണം കൂടി വേണം ഡോക്ടർ അന്നമ്മ. അല്ല, അതൊക്കെ വളരെ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നു. ഇപ്പൊ മദ്യം ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് 2-3 മിനിറ്റിനുള്ളിൽ തന്നെ അത് അസിമുലേറ്റ് ചെയ്ത് കഴിയും. അത് ടെസ്റ്റ് ചെയ്താൽ ബ്ലഡിൽ നിന്ന് അതിന്റെ സാന്നിധ്യം നമുക്ക് കണ്ടുപിടിക്കാവുന്ന ഒരു ലെവലിലേക്ക് എത്തും. അതുപോലെ തന്നെയാണ് മറ്റേതെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാലും വളരെ പെട്ടെന്ന് തന്നെ അത് എൻസൈമാറ്റിക് ട്രീറ്റ്മെന്റ് വഴി അത് പെട്ടെന്ന് ഓക്സിഡൈസ് ചെയ്ത് എലിമിനേറ്റ് ചെയ്യാവുന്ന, പ്രത്യേകിച്ച് ഇതിൽ ആൾക്കോൾ കാർബൺ ഡയോക്സൈഡ് മാത്രമായിട്ട് എലിമിനേറ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള ട്രീറ്റ്മെന്റുകളാണ് കൊടുക്കുന്നത്. അതിന് ഒരുപാട് സമയത്തിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പൊ അത് പരിചയസമ്പന്നരായിട്ടുള്ള ഡോക്ടർമാർക്ക് അത് വളരെ പെട്ടെന്ന് ഫിനിഷ് ചെയ്യാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. താങ്ക് യു ഫോർ യുവർ എക്സ്പെർട്ട്നെസ്. വളരെ സീസൺഡ് ആയ ഫോറൻസിക് എക്സ്പെർട്ട്, ഫോറൻസിക് സയന്റിസ്റ്റ് ഡോക്ടർ അന്നമ്മ പറഞ്ഞത് പ്രേക്ഷകർ കേട്ടിട്ടുണ്ടാകുമല്ലോ. എല്ലാം സാധ്യമാണ്. രക്തത്തിലുള്ള മദ്യത്തിന്റെ അളവ് കുറയ്ക്കുന്ന ആന്റിഡോട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവാം ശ്രീറാം വെങ്കിട്ടരാമൻ ഡോക്ടർമാരുടെ സഹായത്തോടു കൂടി. അതല്ലെങ്കിൽ എന്തുകൊണ്ട് ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് പോകേണ്ട ഇത്തരം കാര്യങ്ങൾ കൃത്യമായി അസിസ്റ്റന്റ് കളക്ടറായിട്ടിരിക്കും മജിസ്ട്രേറ്റ് പദവിയിൽ ജോലിയെടുത്ത ശ്രീറാം വെങ്കിട്ടരാമൻ IAS മനഃപൂർവ്വം കാറ്റിൽ പറത്തി മെഡിക്കൽ കോളേജിൽ പോകാതെ കിംസ് ഹോസ്പിറ്റലിലേക്ക് പോയി? അധികാരത്തിലുള്ളവർ വരുമ്പോൾ നിയമം വഴിമാറും, നിയമം വഴിവിളക്കുകളും കണ്ണടയ്ക്കും. ആ കഥയാണ് ശ്രീറാം വെങ്കിട്ടരാമന്റെ കഥയിൽ സംഭവിച്ചത്. തുടരും. പോലീസ് വീഴ്ചകൾ എണ്ണി നമുക്ക് ചൂണ്ടിക്കാണിക്കണം, പറയുകയും വേണം. ഉത്തരവാദികൾ ഇനിയുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുകയും വേണം. കൂടുതൽ തെളിവുകൾ ഇടവേളയ്ക്കു ശേഷം. ഷോർട്ട് ബ്രേക്ക്. സ്റ്റേ വിത്ത് us. കോവിഡ് കാലം വന്നു, തിരക്കുകൾ വന്നു, കേസും KM ബഷീറിനെയും എല്ലാവരും മറന്നു. പക്ഷെ ഞങ്ങൾക്ക് KM ബഷീറിനെ മറക്കാൻ കഴിയില്ല. ഞങ്ങളുടെ പ്രിയപ്പെട്ടവനായിരുന്നു, കേരളത്തിനും പ്രിയപ്പെട്ടവനായിരുന്നു KM ബഷീർ. ഈ കേസിൽ ശാസ്ത്രീയമായ തെളിവുകൾ പരമാവധി തേച്ചുമയച്ചു കളയാൻ ശ്രീറാം വെങ്കിട്ടരാമനും ഒപ്പമുണ്ടായിരുന്ന പ്രിവിലേജ്ഡ് സിവിൽ സർവീസ് ലോബിയും ശ്രമിച്ചു എന്നത് വാസ്തവമാണ്. പക്ഷേ എല്ലാ മൊഴികളും എല്ലാ തെളിവുകളും എപ്പോഴെങ്കിലും ഒക്കെ മായ്ച്ചു കളയാൻ ശ്രമിച്ചാലും ഒരു ഗോഡ് സെയിൻ പോലെ കണ്ടെത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഏറ്റവും ഒടുവിൽ ക്രൈം സ്ഥലത്ത് നിന്നും ശേഖരിക്കപ്പെടുന്ന തെളിവുകൾ. പക്ഷേ തെളിവുകളും മായ്ക്കാൻ പോലീസ് ശ്രമിച്ചു. ഈ സംഭവം നടന്നതിനു ശേഷം മണിക്കൂറുകൾ കൊണ്ട് ഈ കാർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി. ക്രൈം റിപ്പീറ്റ് ചെയ്യാതെ തന്നെ ക്രൈം പുനരാവിഷ്കരിക്കണമായിരുന്നു ഈ കേസിൽ. പക്ഷേ ശ്രീറാം വെങ്കിട്ടരാമന്റെ കേസിൽ അത് സംഭവിക്കാതെ പോയി. ശ്രീറാം വെങ്കിട്ടരാമൻ വിശ്വസിച്ചതുപോലെ തന്റെ സുഹൃത്തായ വഫ തനിക്കു വേണ്ടി മൊഴി പറയുമെന്ന് കരുതി. ആ ആത്മവിശ്വാസത്തിലാണ് ക്രൈം നടന്ന സമയത്ത് സ്ഥലത്ത് വെച്ച് കാർ ഓടിച്ചിരുന്നത് താനല്ലെന്നും വഫ ഫിറോസ് ആണെന്നും പോലീസിനോട് പറഞ്ഞത്, നാട്ടുകാരോട് പറഞ്ഞത്. ആദ്യ മൊഴിയിൽ കള്ളം പറഞ്ഞു എന്നതാണ് പിന്നീട് കുരുക്കായി മാറുന്നത് ശ്രീറാം വെങ്കിട്ടരാമൻ. കാരണം ഈ നൽകിയിരിക്കുന്ന 164 അത് വഫ ഫിറോസിന്റെയാണ്. വഫ ഫിറോസിന്റെ 164-ൽ പോലീസിന് മുമ്പിൽ കൊടുത്തിരിക്കുന്ന, മജിസ്ട്രേറ്റിന് മുമ്പിൽ കൊടുത്തിരിക്കുന്ന രഹസ്യമൊഴിയിൽ കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. ഞാൻ വായിക്കാം. സംഭവ ദിവസം സംഭവ സ്ഥലത്ത് എങ്ങനെയാണ് വഫ ഫിറോസ് എത്തിപ്പെട്ടതെന്നും എന്താണ് കണ്ടതെന്നും വഫ ഫിറോസ് എന്ന ശ്രീറാം വെങ്കിട്ടരാമനോടൊപ്പം സഞ്ചരിച്ച ശ്രീറാം വെങ്കിട്ടരാമന്റെ സുഹൃത്ത് മറുപടിയായി മൊഴിയായി നൽകിയിരിക്കുന്നു. എന്താണ് സംഭവിച്ചതെന്ന് വഫ ഫിറോസ് മൊഴി നൽകിയതിന്റെ ഭാഗമായി നമ്മൾ പറയുന്നു. മൊഴിയിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രീറാം വെങ്കിട്ടരാമൻ തന്നെ വിളിക്കുന്നു ആ രാത്രിയിൽ. എനിക്ക് 16 വയസ്സുള്ളൊരു മകളുണ്ട്. പട്ടത്തെ മരപ്പാലത്താണ് താമസം. അവധിക്ക് വന്നതാണ് 1 മാസത്തേക്ക്. ശ്രീറാം എന്റെ ഫ്രണ്ടാണ്. ശ്രീറാം അമേരിക്കയിൽ നിന്ന് ഗ്രാജുവേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയതായി ഞാൻ അറിഞ്ഞു. ആ ആക്സിഡന്റ് നടന്ന സമയം ശ്രീറാമാണ് കാർ ഓടിച്ചിരുന്നത്. രാത്രി ഞാൻ ഗുഡ് നൈറ്റ് എന്ന് സാധാരണ യൂഷ്വലി ഒരു മെസ്സേജ് അയക്കാറുണ്ട്. അതിന് പലപ്പോഴും റെസ്പോൺസ് തരാറില്ല. എന്നാൽ അന്ന് റെസ്പോണ്ട് ചെയ്തു. ഹി ആസ്ക്ഡ് മീ
ഡു യു ഹാവ് എ വെഹിക്കിൾ? നിങ്ങൾക്കൊരു വാഹനമുണ്ടോ എന്ന് ശ്രീറാം എന്നോട് ചോദിച്ചു. വഫ ഫിറോസിന്റെ മൊഴിയാണ്. ഐ റെസ്പോണ്ടഡ് യെസ്, ഉണ്ടെന്ന് ഞാൻ മറുപടി നൽകി. പിന്നെ എൻ്റെ അടുത്ത് വീണ്ടും മെസ്സേജ് അയച്ചു. ക്യാൻ യു കം അറ്റ് കവടിയാർ? കവടിയാറിൽ വരാമോ എന്ന് എന്നോട് ചോദിച്ചു. എവിടെയാണ്? കവടിയാറിൽ. എപ്പോഴാണ്? രാത്രി. സമയം 12:59. സ്വാഭാവികമാണ്, സുഹൃത്തൊരു പെണ്ണാണെങ്കിലും ആണാണെങ്കിലും അവിടേക്ക് വരാൻ വിളിച്ചാൽ നമ്മൾ പ്രതികരിക്കും. ഇപ്പോൾ എന്ന് ഞാൻ ചോദിച്ചു. അല്ല, അറ്റ് 1 AM എന്ന് ശ്രീറാം മറുപടി നൽകി. എന്റെ മകൾ വീട്ടിലുണ്ടായിരുന്നു, 16 വയസ്സുള്ള എന്റെ മകൾ. വഫ ഫിറോസ് പറയുന്നു, ഞാൻ ശ്രീറാമിനെ ഡ്രോപ്പ് ചെയ്തിട്ട് വരാമെന്ന് 16 വയസ്സുള്ള എന്റെ മകളോട് പറഞ്ഞതിനു ശേഷം ഞാൻ പുറത്തിറങ്ങി. ഞാനത് കഴിഞ്ഞ് കവടിയാറിൽ പാർക്കിന്റെ അടുത്തെത്തി അവിടെ പാർക്ക് ചെയ്തു. ആ കൊട്ടാരത്തിന്റെ അവിടെ വണ്ടി പാർക്ക് ചെയ്തപ്പോൾ ശ്രീറാം ഒരു ടെലിഫോൺ കോളിലായിരുന്നു. ഫോൺ ചെയ്തുകൊണ്ട് അത് ഫിനിഷ് ചെയ്തുകൊണ്ട് വണ്ടിയിൽ വന്ന് കയറി ശ്രീറാം. അതിനുശേഷം വോൾസ് വാഗൻ വെന്റോയിലായിരുന്നു. ആ സമയം വാഹനം ഓടിച്ചത് ഞാനായിരുന്നു. എന്നാൽ കുറച്ചപ്പുറം മാറി ഞാൻ വാഹനം നിർത്താനുള്ള കാരണവും പറയുന്നു വഫ ഫിറോസ്. ഡു യു വാണ്ട് മീ ടു ഡ്രൈവ് എന്ന് എന്നോട് ചോദിച്ചു ശ്രീറാം. ഞാൻ അതിന് മറുപടി പറഞ്ഞു, ഇഫ് യു വാണ്ട് യു ക്യാൻ ഡ്രൈവ്. പുള്ളിക്കാരൻ ബാക്ക് സൈഡിൽ കൂടി നടന്നു വന്ന് ഡ്രൈവർ സീറ്റിലിരുന്നു. ഞാൻ അതിനുള്ളിൽ നിന്നും കാൽ അപ്പുറത്തേക്ക് മാറ്റിവെച്ച് ഡ്രൈവിംഗ് സീറ്റിനപ്പുറത്തുള്ള സീറ്റിലേക്ക് പോയി. ഹി വാസ് ഡ്രൈവിംഗ്. ആ സമയത്ത് ഡ്രൈവ് ചെയ്തിരുന്നത് വഫ ഫിറോസിന്റെ രഹസ്യമൊഴിയിൽ പറയുന്നു ശ്രീറാം വെങ്കിട്ടരാമൻ തന്നെ. ഇതാണ് ശ്രീറാം വെങ്കിട്ടരാമന് വേണ്ടി ആദ്യം മൊഴി പറഞ്ഞിരുന്ന വഫ ഫിറോസ് മാറ്റിയ മൊഴി, യഥാർത്ഥത്തിൽ കൊടുത്ത മൊഴി. എന്നിട്ട് വളരെ കൃത്യമായി പറയുന്നു. ആക്സിഡന്റ് നടന്ന സ്ഥലം വിശദീകരിച്ചതിനു ശേഷം പറയുന്ന വാചകം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നോട് വീട്ടിൽ പോയിക്കൊള്ളാൻ എല്ലാവരും പറഞ്ഞു ആക്സിഡന്റ് കഴിഞ്ഞതിന് ശേഷം. എന്നിട്ട് അടുത്ത വാചകം, ശ്രീറാം ചെറിയ രീതിയിൽ മദ്യപിച്ചിരുന്നു. ഈ വാചകമാണ് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ശ്രീറാം വെങ്കിട്ടരാമനെ കുഴക്കാൻ പോകുന്നത്. കിംസിൽ കൊണ്ട് ഡയാലിസിസ് നടത്തിയാലും ആന്റിഡോട്ട് കഴിച്ചാലും മാറാത്തൊരു തെളിവായി ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് വഫ ഫിറോസ് നൽകിയ മൊഴി. വഫ ഫിറോസ് അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് ഒരിക്കൽ കൂടി നമുക്ക് കേൾക്കാം. രാത്രി 1 മണിക്ക് ഇറങ്ങിപ്പോയ പെണ്ണ് തന്നെയാണ് ഞാൻ. പക്ഷെ ഞാനത് വൃത്തികേട് ആലോചിച്ചുകൊണ്ടല്ല പോയത്. എനിക്ക് ഡ്രൈവിങ് വളരെ ഇഷ്ടമാണ്, ഭയങ്കര കോൺഫിഡൻറ്റുമാണ്. ഞാൻ അങ്ങനെ ഇറങ്ങിപ്പോയതാണ്. അതിൽ എൻ്റെ മനസ്സിലൊരു വൃത്തികേടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മകളുടെ അടുത്ത് പറഞ്ഞിട്ട് യാത്ര പറഞ്ഞിട്ട് പോയില്ല. രാത്രി 1 മണിക്ക് പട്ടത്ത് മരപ്പാലത്തുള്ള വീട്ടിൽ നിന്നും 16 വയസ്സുള്ള മകളെ ഒറ്റയ്ക്കാക്കി സുഹൃത്തായ ശ്രീറാമിനെ തേടി വഫ ഫിറോസ് വന്നതിന് പിന്നിൽ നമ്മളൊന്നും സംശയിക്കേണ്ടതില്ല, നമുക്കൊന്നും സംശയിക്കാനുമില്ല. കാരണം ഇറ്റ്സ് ടു പേഴ്സണൽ. അതിലേക്ക് ഒളിഞ്ഞു നോക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല, ക്യാമറ നമ്മൾ അങ്ങോട്ട് തിരിക്കുന്നതുമില്ല. പക്ഷെ വഫ ഫിറോസ് പറഞ്ഞ മൊഴി നിർണായകമാണ്. അതിനുശേഷം മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു എന്താണ് സംഭവിച്ചതെന്നും ശ്രീറാം വെങ്കിട്ടരാമൻ മദ്യലഹരിയിലായിരുന്നുവെന്നും. ആ ബൈറ്റ് കൂടി നമുക്ക് കേൾക്കാം. ആ സമയത്ത് അദ്ദേഹത്തെ കണ്ട എല്ലാവരും പറയുന്നത് നല്ല രീതിയിൽ മദ്യപിച്ച ലക്ഷണത്തിലായിരുന്നു അദ്ദേഹം എന്നാണ്. രക്തത്തിലുള്ള മദ്യത്തിന്റെ അംശം പരിശോധനയിൽ കാണാതിരിക്കാനുള്ള വല്ല മരുന്നുമുണ്ടോ? അങ്ങനെ വല്ല മരുന്നും ഉപയോഗിക്കുന്ന നിലയുണ്ടായിരുന്നു. ഇതൊക്കെ അന്വേഷിക്കേണ്ട കാര്യമാണ്. അതവരെ അന്വേഷിക്കട്ടെ. അതാ ഞാൻ പറഞ്ഞത്, ഇതിലൊരു പഴുതുമില്ലാത്ത അന്വേഷണം നടക്കും. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആശങ്ക വേണ്ട. മുഖ്യമന്ത്രിയോ വഫ ഫിറോസോ മാത്രമല്ല മദ്യലഹരിയിലായിരുന്നു ശ്രീറാം വെങ്കിട്ടരാമൻ എന്ന് പറഞ്ഞത്. 5 പ്രധാനപ്പെട്ട മൊഴികൾ കൂടിയുണ്ട് ശ്രീറാം വെങ്കിട്ടരാമന് പണിതരാൻ വേണ്ടി ഈ മൊഴിയായി രേഖപ്പെടുത്തപ്പെട്ട് ഇരിക്കുന്നവ. പോലീസ് രക്ഷിച്ചെടുക്കാൻ ആദ്യഘട്ടത്തിൽ ശ്രമിച്ചു. ഓരോ വീഴ്ചയിലേക്കും നമ്മൾ പോകുന്നു. എന്താണ് യഥാർത്ഥത്തിൽ പോലീസ് വീഴ്ചകൾ നമ്മൾ പറയാൻ കാരണമെന്നല്ലേ കാണും. $300 മീറ്റർ മാത്രമാണ് അപകടം നടന്ന സ്ഥലവും മ്യൂസിയം പോലീസ് സ്റ്റേഷനും തമ്മിലുള്ള ദൂരം. അപകടം നടന്ന ശബ്ദം കേട്ട മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ SI ജയപ്രകാശും പോലീസുകാരും 2 മിനിറ്റിനുള്ളിൽ സംഭവസ്ഥലത്തെത്തി. വാഹനമോടിച്ചത് വഫ ഫിറോസ് എന്നായിരുന്നു ശ്രീറാമിന്റെ ആദ്യ പ്രതികരണം. കേസിലെ സാക്ഷികളും ഇത് പറയുന്നുണ്ട്. അമിത വേഗതയിലുള്ള അപകടം കാരണം മരണം സംഭവിച്ചിട്ടും വാഹനമോടിച്ചെന്ന് പറഞ്ഞ വഫയെ പോകാൻ അനുവദിച്ചതാണ് പോലീസിന്റെ ആദ്യ വീഴ്ച. ശ്രീറാം ബുക്ക് ചെയ്ത യൂബറിൽ വഫ മരപ്പാലത്തെ വീട്ടിലെത്തി. പിന്നീട് ശ്രീറാമുമായി ജനറൽ ആശുപത്രിയിലെത്തിയെങ്കിലും രക്തപരിശോധന നടത്തിയില്ല. ശ്രീറാം സമ്മതിച്ചില്ലെന്ന കാരണമാണ് SI ജയപ്രകാശ് ഉയർത്തിയത്. എന്നാൽ ജനറൽ ആശുപത്രിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ സ്മെൽ ഓഫ് ആൽക്കഹോൾ എന്ന OP കാർഡിൽ കുറിച്ചു. പ്രാഥമിക പരിശോധനയിൽ കുഴപ്പമില്ലെന്ന് ഡോക്ടർ വിലയിരുത്തിയിട്ടും ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ ശ്രീറാമിനെ പോലീസ് അനുവദിച്ചു. പക്ഷേ നിരീക്ഷണത്തിനായി ഒരു പോലീസുകാരനെ പോലും അയച്ചില്ല. മെഡിക്കൽ കോളേജിലേക്കെന്ന് നുണ പറഞ്ഞ ശ്രീറാം പോയത് കിംസ് ആശുപത്രിയിലേക്കാണ്.
സംഭവം നടന്ന് 8 മണിക്കൂറിന് ശേഷം രക്തപരിശോധന നടത്താൻ ശ്രീറാമിന് സഹായമായത് പോലീസിന്റെ അനാസ്ഥയാണെന്ന് നിസ്സംശയം പറയാം. ശ്രീറാമിന് ജാമ്യത്തിന് അർഹതയുണ്ടെന്ന് കോടതി നിരീക്ഷിക്കാനുള്ള പ്രധാന കാരണം കൃത്യസമയത്ത് രക്തപരിശോധന നടത്തിയില്ല എന്നുള്ളതാണ്. പിന്നീട് ഓഗസ്റ്റ് 5-ന് SI ജയപ്രകാശിനെ സസ്പെൻഡ് ചെയ്തു. ഇവിടെ തീർന്നില്ല പോലീസിന്റെ വീഴ്ചകൾ. പ്രത്യേക അന്വേഷണ സംഘത്തിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSP ഷീൻ തറയിലിനും പിഴച്ചു. ഓഗസ്റ്റ് 13-ന് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന് നൽകിയ ഇടക്കാല റിപ്പോർട്ടിൽ മ്യൂസിയം പോലീസിന് വീഴ്ച സംഭവിച്ചില്ലെന്ന് വാദമുന്നയിച്ചു. പരാതിക്കാരനായ സൈഫുദ്ദീൻ ഹാജി മൊഴി നൽകാൻ വൈകിയതാണ് രക്തപരിശോധനയടക്കാൻ വൈകാൻ കാരണമെന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. എന്നാൽ വെളുപ്പിന് 3:30-ന് മൊഴി നൽകിയെന്ന സൈഫുദ്ദീൻ ഹാജി ആക്ഷേപമുന്നയിച്ചതോടെ പോലീസിന് തിരുത്തേണ്ടി വന്നു. ഇതോടെ ഷീൻ തറയിലിനു പകരം SP A ഷാനവാസ് അന്വേഷണം ഏറ്റെടുത്തു. 2020 ഫെബ്രുവരി 3-ന് അന്തിമ കുറ്റപത്രം സമർപ്പിച്ചത് SP A ഷാനവാസാണ്. KM ബഷീറിന് ലഭിക്കേണ്ട നീതി തടസ്സപ്പെടുത്തിയ പോലീസിന്റെ വീഴ്ചകൾ ഇങ്ങനെ നീളുന്നു. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ മുഖശ്രീയായി മാറേണ്ടയാളായിരുന്നു ശ്രീറാം വെങ്കിട്ടരാമൻ. നിർഭാഗ്യവശാൽ അത് സംഭവിച്ചില്ല. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ കുറ്റകൃത്യം ചെയ്ത് ആ കുറ്റകൃത്യത്തിന്റെ തെളിവുകൾ നശിപ്പിക്കുന്ന ഒരു കുറ്റവാളിയായി ചിത്രീകരിക്കപ്പെടാനായിരുന്നു ശ്രീറാം വെങ്കിട്ടരാമന്റെ വിധി. KM ബഷീറിന്റെ സഹോദരൻ നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. KM ബഷീർ ഞങ്ങൾക്കും സഹോദരനായിരുന്നു, ഞങ്ങളുടെ പ്രിയപ്പെട്ടവനായിരുന്നു. KMB യുടെ സഹോദരൻ അബ്ദുൾ റഹ്മാൻ ഹജി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അബ്ദുൾ റഹ്മാൻ, ഒരൊറ്റ കാര്യമേ എനിക്ക് ഈ ഘട്ടത്തിൽ അങ്ങയോട് ചോദിക്കേണ്ടതുള്ളൂ. ഇത്രയധികം കാലം കഴിഞ്ഞിട്ടും ഈ കേസ് ഇപ്പോഴും പോലീസ് രണ്ടാം ഘട്ടത്തിൽ ആത്മാർത്ഥമായി അന്വേഷിച്ച് കോടതിയിലേക്ക് എത്തുന്ന ഘട്ടമാണ്. വലിയ പിഴവുകൾ സംഭവിച്ചു പോലീസിന്, അത് നമ്മൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. മാധ്യമങ്ങളടക്കം ചൂണ്ടിക്കാട്ടിയതുകൊണ്ടാണ് ഈ കാര്യത്തിൽ ഇത്രയും വലിയ രീതിയിലുള്ളൊരു ഗൗരവം ഉണ്ടാവുകയും ചെയ്തത്. താങ്കൾ പ്രതീക്ഷിക്കുന്നില്ലേ ഒരു നീതി ഈ കാര്യത്തിൽ KMBക്ക് ലഭിക്കുമെന്ന്? തീർച്ചയായും നീതി ലഭിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ KMB അന്ന് കൊല്ലത്തേക്ക് പോകുന്ന യാത്രയിലായിരുന്നുവെന്നാണ് നമ്മൾ മനസ്സിലാക്കിയതും അത് തന്നെയാണ് ശരിയെന്ന് പിന്നീട് തെളിഞ്ഞതും. ഈ KMBയുടെ ഒരു ഫോൺ കാണാനില്ല. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ പിന്നീട് എപ്പോഴെങ്കിലും പോലീസുമായി അന്വേഷിച്ചപ്പോൾ ലഭ്യമായിരുന്നു? 2 മൊബൈൽ ഫോണിൽ ഒരു ഫോൺ മാത്രമേ കണ്ടെത്താൻ സാധിച്ചുള്ളൂ. രണ്ടാമത്തെ റെഡ്മി ഫോൺ എവിടെയാണെന്നറിയില്ല. അതിനെക്കുറിച്ചുള്ള സൂചനകൾ വല്ലതും കിട്ടിയിരുന്നു? ഒരിക്കലും ഇതുവരെ അതിൻ്റെ ഒരു സൂചന പോലും കിട്ടിയിട്ടില്ല. അതെവിടെയാണെന്ന് കണ്ടെത്തി പോലീസ് അതെവിടെയാണെന്ന് കണ്ടെത്തി ഞങ്ങൾക്ക് അതെവിടെയാണെന്ന് കണ്ടെത്തി ഞങ്ങൾക്ക് കണ്ടെത്തി തരേണ്ടത് പോലീസിന്റെ ബാധ്യതയാണ്. റൈറ്റ്, ശരി. ഇനി നമുക്കൊപ്പം സിറാജ് പത്രത്തിലെ മാനേജ്മെന്റിന്റെ പ്രതിനിധിയായി സൈഫുദ്ദീൻ ഹാജി കൂടി തത്സമയം ചേരുന്നുണ്ട്. 24-ൽ കുറ്റവും ശിക്ഷയിലും. വെൽക്കം ടു ദി ക്രൈം ആൻഡ് പണിഷ്മെന്റ് ഷോ സൈഫുദ്ദീൻ ഹാജി. മരണം നടന്ന ഇത്രയും കാലമായിട്ടും ഒരു നൊമ്പരമായി KM ബഷീർ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നു. ഈ ഘട്ടത്തിൽ പോലീസിന്റെ രണ്ടാം ഘട്ട അന്വേഷണം തൃപ്തികരമാണെന്നാണോ മാനേജ്മെന്റിന്റെ വിശ്വാസം? തീർച്ചയായിട്ടും ശാസ്ത്രീയമായ തെളിവുകളുടെയും ഒരുപാട് അന്വേഷണങ്ങളുടെയും എവിഡൻസുകളുടെയൊക്കെ പിൻബലത്തോടു കൂടിയാണ് രണ്ടാം ഘട്ട പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ 6 മാസത്തിനുള്ളിൽ തന്നെ കുറ്റപത്രം സമർപ്പിച്ചത്, അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചത് എന്നുള്ളത് ആശ്വാസകരമാണ്. ആദ്യത്തെ നിരന്തരമായ അട്ടിമറിക്കലുകൾ താരതമ്യം, തീർച്ചയായിട്ടും അവിടെ താരതമ്യം ആവശ്യമുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഒരു വേള കോടതിയിൽ ശിക്ഷ ലഭിക്കാവുന്ന വിധം അവലംബിക്കാവുന്ന എല്ലാ മാർഗങ്ങളും അവലംബിച്ചുകൊണ്ട് തന്നെയാണ് ആ റിപ്പോർട്ട്. പൂർണ്ണമായി പറഞ്ഞില്ല, താങ്കൾ ഇവിടെ പറഞ്ഞതുപോലെ ഈ അപകട സംഭവങ്ങൾ, ആ കൃത്യം, അതൊക്കെ പുനരാവിഷ്കരിക്കേണ്ടതുപോലുള്ള ചില കാര്യങ്ങൾ ഒഴിവായി. ഈ ടെലിഫോൺ ഇതുവരെ കണ്ടെത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല. അങ്ങനെ ചില കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് വെച്ചാലും ശ്രീറാം വെങ്കിട്ടരാമന് ശിക്ഷ കിട്ടാവുന്ന വിധം 304, 201 ഉൾപ്പെടെയുള്ള ചാർജ് നിൽക്കുന്ന വിധത്തിൽ വളരെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന എവിഡൻസുകളൊക്കെ ശേഖരിച്ചുകൊണ്ടാണ് കുറ്റപത്രം സമർപ്പിച്ചു എന്നുള്ളത് കൊണ്ട് ആ അന്വേഷണ സംഘത്തെ ഈ കേസിൽ പ്രധാന പരാതിക്കാരൻ താങ്കളായിരുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ കാണുകയും ചെയ്തു. ആ ദിവസം ആദ്യം മ്യൂസിയത്തിലെത്തിയ സിറാജിന്റെ പത്രപ്രതിനിധിയാണ് താങ്കൾ.
താങ്കൾക്ക് അവിടെ ചെല്ലാൻ കഴിഞ്ഞപ്പോൾ കാണാൻ കഴിഞ്ഞത് എന്താണ്? ക്രൈം SI ആയ ജയപ്രകാശ് താങ്കളോട് എങ്ങനെയാണ് പെരുമാറിയത്? എന്താണ് അവിടെ സംഭവിച്ചത്? ശ്രീ ജയപ്രകാശിനെ എനിക്ക് നേരത്തെ അറിയാം. അദ്ദേഹത്തിന്റെ ഇടപെടലുകളൊക്കെ നല്ല നിലയിൽ തന്നെയായിരുന്നു. ഞാനും ഒരു സംഘം മാധ്യമപ്രവർത്തകരുണ്ട്, ഏകദേശം 3:30 പക്ഷേ അവിടെ ഞങ്ങൾ എത്തുമ്പോൾ തന്നെ താങ്കൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സംഭവ സ്ഥലത്ത് നിന്ന് എല്ലാം വാനിഷ് ചെയ്ത ഒരവസ്ഥയിലായിരുന്നു. ഈ KM ബഷീർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബൈക്ക് ഉൾപ്പെടെയുള്ളത് സംഭവ സ്ഥലത്തുണ്ടെങ്കിലും ഈ വോൾക്സ്വാഗൻ വെൻഡോ കാർ ഉൾപ്പെടെ തത്സമയം തന്നെ അവിടെ നിന്ന് നീക്കി മാറ്റി പോലീസ് സ്റ്റേഷന്റെ മറ്റൊരു വശത്തേക്ക് ഇടനാഴിയിലേക്ക് മാറ്റി ഇട്ടിരുന്നു. എല്ലാവിധമായ തെളിവ് നശിച്ചു. വളരെ പ്രസക്തമായി ഇവിടെ പറയേണ്ടത്, ഞങ്ങൾ ആദ്യം ചോദിക്കുന്നത്, ഞങ്ങൾ അവിടെ എത്തുമ്പോൾ തന്നെ രണ്ടുപേരെയും തിരിച്ചറിഞ്ഞിരുന്നു എന്നുള്ളത് പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ തന്നെ മനസ്സിലായി. ശ്രീറാം വെങ്കിട്ടരാമൻ IAS കാരനാണെന്നും അവിടുത്തെ IAS ഓഫീസേഴ്സ് ക്വാർട്ടേഴ്സിലാണ് അദ്ദേഹം താമസിച്ചിരുന്നുള്ളതും അവിടെ എഴുതി വയ്ക്കപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ ഈ വോൾക്സ്വാഗൻ കാറിന്റെ കമ്പ്യൂട്ടർ പ്രിന്റ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. വഫ ഫിറോസ് ഉണ്ട്, അവരുടെ ഉടമസ്ഥതയിലുള്ളതാണ് കാർ എന്ന് മനസ്സിലായി. അപ്പോൾ ആ FIR-ൽ തന്നെ അവരെ തിരിച്ചറിഞ്ഞില്ല എന്ന് FIR-ൽ രേഖപ്പെടുത്തിയത് ഒരു തെറ്റ്. 2, അവിടെ സംഭവ സ്ഥലത്ത് നിന്ന് കൂടുതൽ അന്വേഷണത്തിന് മുമ്പ് കാർ മാറ്റിയത് തെറ്റ്. 3, താങ്കൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കാർ ഓടിച്ചിരുന്നു എന്ന് കൂടെ ഉണ്ടായിരുന്ന ശ്രീറാം വെങ്കിട്ടരാമൻ പറഞ്ഞ വഫ ഫിറോസിനെ യൂബറിൽ കയറ്റി അയച്ചതിൽ ഉള്ള പിഴക്. ഇത് കൂടാതെ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെതായി ശ്രീ ഷീൻ തറയിൽ 13-ാം തീയതി കൊടുത്ത ഇടക്കാല റിപ്പോർട്ടിൽ ജയപ്രകാശുമായി കലഹിച്ച് കാലതാമസം വരുത്തിയത് കൊണ്ടാണ്, അതല്ലെങ്കിൽ FIS ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ താമസിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് FIR രേഖപ്പെടുത്താൻ താമസിച്ചതും അതോടൊപ്പം തന്നെ രക്തസാമ്പിൾ എടുക്കാൻ താമസിച്ചതും എന്നുള്ളത് അബദ്ധജടിലമായ വാദമുഖമാണ്. അതൊരിക്കലും നിലനിൽക്കത്തക്കതല്ല. അത് പിഴവുകൾ എണ്ണി പറയുന്നു സൈഫുദ്ദീൻ ഹാജി. 24-ഉം ആ പിഴവുകൾക്കൊപ്പമാണ് ഇത്രയും നേരം സഞ്ചരിച്ചത്. എന്നാൽ ഈ കേസിൽ ജാമ്യം നൽകുമ്പോൾ കോടതി പറഞ്ഞത് പ്രോസിക്യൂഷന് കാറിന്റെ വേഗം നിശ്ചയിക്കാൻ കഴിയാതെ പോയിരുന്നു എന്നുള്ളതാണ്. BM 160 ബ്ലൂ വോൾക്സ്വാഗൻ കാർ, ഈ കാറിന് പക്ഷേ സേഫ്റ്റി മെഷേഴ്സ് അടക്കം ഏറ്റവും വിപുലമായ സാങ്കേതിക പിൻബലമുണ്ടായിരുന്നു എന്ന് ശ്രീചിത്രയിൽ നിന്നുള്ള ഒരു ഓട്ടോമൊബൈൽ വിദഗ്ധ സംഘം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഈ കേസിൽ നിർണായകമാണ്. ഈ കേസിന്റെ അന്വേഷണ വേളയിൽ തന്നെ ഞങ്ങൾ വിദഗ്ധരെ സമീപിച്ചിരുന്നു. ഈ കാറിന്റെ വേഗത എത്രത്തോളമാണ് എന്ന് വോൾക്സ്വാഗൻ കമ്പനിയിൽ നിന്ന് നമുക്ക് ഡാറ്റ ലഭ്യമാകാത്തിടത്തോളം, കണ്ണടച്ചുപോയ CCTV-യിൽ നിന്ന് ഡാറ്റ ലഭിക്കാത്തിടത്തോളം അതിന് നമുക്ക് പറയാൻ നൽകുന്ന ഏക കരുത്ത് ഓട്ടോമൊബൈൽ വൈദഗ്ധ്യമുള്ളവരുടെ മൊഴിയാണ്. ഉപേന്ദ്രനാരായൺ റോഡ് ഉപദേഷ്ടാവ് ഇക്കാര്യത്തിൽ ചില സംശയങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വെച്ചു, ചില പ്രധാനപ്പെട്ട സൂചനകൾ നൽകി. നമ്മൾ അതിലേക്ക്. ഈ റോഡ് അപകടം എന്ന് പറയുന്നത് തിരുവനന്തപുരം സിറ്റിയിലെ കവടിയാറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വെള്ളയമ്പലത്തുനിന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞ് ചീഫ് ഓഫീസിൻ്റെ മുമ്പിൽ ഉണ്ടായ ഒരു അപകടം. അതൊരു ചെറിയ റോഡ് അപകടം അല്ലെങ്കിൽ കൺവെൻഷണൽ ആയിട്ടുള്ള റോഡ് അപകടം അല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാര്യം ഞാൻ തിരുവനന്തപുരം സിറ്റിയിൽ ജോലി ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ഓരോ റോഡുകളും വ്യക്തമായിട്ട് എനിക്കറിയാം, റോഡ് ടെറൈൻ അറിയാം. അപ്പോൾ ആ ചിത്രങ്ങൾ കാണിക്കുന്നത് തന്നെ ഇതിനകത്ത് അസംഭാവ്യത അല്ലെങ്കിൽ ഇതിനകത്ത് ചില സംശയങ്ങളുണ്ട്. ഈ സംശയങ്ങൾ ദൂരീകരിക്കാനായിട്ട് പോലീസിൻ്റെ ഭാഗത്തു നിന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അടിയന്തരമായിട്ടൊരു ഇടപെടലുണ്ടാകണം. കാര്യം ഇതൊരു കുറ്റമാണ് ചെയ്തേക്കുന്നത്, കുറ്റത്തിന് ശിക്ഷയുണ്ട്. ഇപ്പോൾ ഒരു റോഡ് അപകട മരണം ഉണ്ടായാൽ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ലിക്വർ MV 185 അനുസരിച്ചുള്ള ശിക്ഷ, അല്ലെങ്കിൽ ഒരു അപകടമുണ്ടായി 304A അതനുസരിച്ച് ശിക്ഷ ഉണ്ടാകും. പക്ഷെ ഇതൊന്നുമില്ലാതെ ഒരു നിരപരാധിയായ ബൈക്ക് യാത്രക്കാരനെ, ഒരു മാധ്യമപ്രവർത്തകനെ, അതാണ് ഒരു മാധ്യമപ്രവർത്തകനാണ് ഇതിനകത്ത് വിക്ടിമായത്. നിരാലംബരായ ഒരു കുടുംബം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും പ്രവൃത്തി ഈ പറഞ്ഞ ഓഫീസർക്ക് പ്രകോപനം ഉണ്ടാക്കിയോ എന്നൊരു സംശയവും എനിക്കുണ്ട്. കാരണം കവടിയാർ നിന്നാണ് ഇത് തുടങ്ങുന്നത്. ഈ വാഹനം കവടിയാർ നിന്ന് വെള്ളയമ്പലം വരെ ന്യായമായ വേഗത്തിൽ വരികയും വെള്ളയമ്പലത്തു നിന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞ് വേഗത കൂട്ടി, ഏകദേശം ഇത് ക്രാഷ് ആകുന്ന സമയത്ത് 120-ന് മേലെ കിലോമീറ്റർ വേഗത്തിൽ വണ്ടി ഓടി എന്നുള്ള ഒരു സംശയം ബലമായിട്ട് എൻ്റെ മനസ്സിലുണ്ട്.
ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഇതിനകത്ത് ഇടപെടണം. ഉപേന്ദ്രനാരായണന്റെ ഈ സംശയം ദുരൂഹീകരിക്കുന്നത് ശ്രീചിത്രയിൽ നിന്നുള്ള ഓട്ടോമൊബൈൽ വിദഗ്ധ സംഘം കൂടിയാണ്. 120-നും 140-നും km/h വേഗതയിലായിരുന്നു കാർ എന്ന് ഏകദേശ സൂചന നൽകിയിട്ടുണ്ട്. അതും കൃത്യമായ സാങ്കേതിക തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ശ്രീചിത്രയിൽ നിന്നുള്ള ഈ ഓട്ടോമൊബൈൽ സംഘം അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരിക്കുന്നത്. ഇത് വളരെ നിർണായകമാണ്. ഈ കേസിൽ ജാമ്യം നൽകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് വാഹനത്തിന്റെ വേഗത അത് അസാധാരണമായ അമിത വേഗതയിലായിരുന്നു എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിയാതെ പോയിരുന്നു എന്നുള്ളിടത്താണ്. ഇവിടെയാണ് ഈ കേസ് ഏറ്റവും നിർണായകമായി തീരുകയും ചെയ്യുന്നത്. നമുക്കൊപ്പം റിട്ടയർഡ് SP കൂടിയായ ശ്രീ സുഭാഷ് ബാബു കൂടി ചേരുന്നു തത്സമയം തന്നെ 24-ൽ. വെൽക്കം ടു ദി ക്രൈം ആൻഡ് പണിഷ്മെന്റ് ഷോ ശ്രീ സുഭാഷ് ബാബു. പോലീസിന്റെ വീഴ്ചകൾ അങ്ങ് എണ്ണി പറഞ്ഞാൽ ഏറ്റവും ഗുരുതരമായ വീഴ്ച സംഭവിച്ചിരിക്കുന്നത് എവിടെയാണ്? ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ 2 മിനിറ്റിനുള്ളിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ എത്തിക്കഴിഞ്ഞാൽ ആ വണ്ടിക്കകത്തുള്ള വ്യക്തികളെ അവർക്ക് കസ്റ്റഡിയിലെടുക്കുകയും ആ കസ്റ്റഡിയിലെടുത്ത വ്യക്തികളെ കാരണം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇഞ്ചുവേർഡ് അതേപോലെ തന്നെ ഇഞ്ചുവേർഡിനെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കേണ്ടത്. അത് നേരത്തെ അവിടെ നിന്ന് ആൾക്കാരൊക്കെ കൊണ്ടുപോയിരിക്കുന്നു പോലീസിൻ്റെ സഹായത്തോടുകൂടി. അത് കഴിഞ്ഞതിന് ശേഷം ഈ കാറിൽ സഞ്ചരിച്ചു എന്ന് പറയുന്ന വ്യക്തികൾ അവിടെ തന്നെയുണ്ട്. അവരെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും മദ്യത്തിൻ്റെ മണമുണ്ടെങ്കിൽ പെട്ടെന്ന് വൈദ്യപരിശോധനയും ചെയ്യേണ്ടത് ഒരു അത്യാവശ്യ ഘടകമാണ്. അതിന് പോലീസിന് ഒരു FIR രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അത് FIR രജിസ്റ്റർ ചെയ്യാൻ താമസിച്ചു പോയത് കൊണ്ടാണ് ഈ രക്തപരിശോധനയ്ക്ക് താമസം സംഭവിച്ചത് എന്ന് പറയുന്ന പോലീസിൻ്റെ വാദം നിയമവിരുദ്ധമാണ്. അത് നിയമത്തിൽ തെളിവിൽ അതൊരു ന്യൂനതയായി വന്നേക്കാമെങ്കിലും ശരിക്കും നിലനിൽക്കുന്നതല്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിനെ അവിടെ നിന്ന് ഒറ്റയ്ക്ക് ഹോസ്പിറ്റലിൽ പോലീസാണ് എത്തിച്ചു കൊടുത്തത്. പോലീസ് അവിടെ നിന്ന് മെഡിക്കൽ കോളേജിൽ റെഫർ ചെയ്യുന്ന അവസരത്തിൽ നിർബന്ധമായിട്ടും അദ്ദേഹം മദ്യപിച്ചിരുന്നത് കൊണ്ടും നിർബന്ധമായിട്ടും അല്ലെങ്കിൽ ഇനി ഒറ്റയ്ക്ക് ആണ് അല്ലെങ്കിൽ പോലും പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. അദ്ദേഹത്തിനെ ഒറ്റയ്ക്ക് വിടാൻ പാടില്ലായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തോടുള്ള വനിതയായാലും ശരി ഇതിൻ്റെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കണമെങ്കിൽ നിർബന്ധമായിട്ട് വിധേയമാക്കണം. ഇനിയും അദ്ദേഹം ബ്ലഡ് എടുക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറയാം. നിലവിൽ നമ്മുടെ നിയമത്തിൽ രക്തത്തിന്റെ പരിശോധനയിൽ വൈകിയത് കാരണം ബ്ലഡ് സാമ്പിൾ എടുക്കാൻ വൈകിയത് കാരണം അതിൽ മദ്യത്തിന്റെ അളവ് കൃത്യമായി കണ്ടെത്താൻ സാധിക്കാതെ പോയി. ഇത് ശ്രീറാം വെങ്കിട്ടരാമൻ അനുകൂലമാകും. പക്ഷേ 6 മൊഴികളുണ്ട് ശ്രീറാം വെങ്കിട്ടരാമൻ മദ്യപിച്ചിരുന്നതായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൊഴിയായി കൂടെ ഉണ്ടായിരുന്ന 2ാം പ്രതി വഫ ഫിറോസ് തന്നെ രഹസ്യമൊഴി നൽകിയിരിക്കുന്നു ശ്രീറാം വെങ്കിട്ടരാമൻ അല്പം മദ്യപിച്ചിരുന്നുവെന്ന്. കൂടാതെ 5 മൊഴികൾ കൂടിയുണ്ട്. സംഭവ സ്ഥലത്ത് ശ്രീറാം വെങ്കിട്ടരാമനെ കണ്ട 5 പേർ. ആ മൊഴികൾ തന്നെ മതിയാവില്ലേ ഇനി ശ്രീറാം വെങ്കിട്ടരാമനെ മദ്യപിച്ചാണ് വാഹനം ഓടിച്ചതെന്നും 304-ന്റെ പരിധിയിലേക്ക് ഈ കേസ് കൊണ്ടുവരാൻ? അതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 185 അതായത് മദ്യപിച്ച് വാഹനം ഓടിച്ചു എന്നുള്ളത് തെളിയിക്കപ്പെടണമെങ്കിൽ രക്തത്തിൽ എത്ര ആൽക്കഹോളിക് കണ്ടന്റിന്റെ പെർസെൻറ്റേജ് ഉണ്ടെന്ന് തെളിയിക്കണം നിർബന്ധമാണ്. ആ നിയമത്തിൻ്റെ പ്രത്യേക സവിശേഷതയാണത്. അതിവിടെ സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹം മദ്യത്തിൻ്റെ ലഹരിയിലാണിത് ചെയ്തത് എന്ന് ഔദ്യോഗികമായിട്ട് നിയമപരമായിട്ട് സമർത്ഥിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും അദ്ദേഹം ഈ രക്തം സാമ്പിൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് വിസമ്മതിച്ചു എന്ന് ഡോക്ടർമാർ തെളിവ് മുഖാന്തരം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടെങ്കിലും അവർ തെളിവ് കൊടുക്കുകയാണെങ്കിലും അദ്ദേഹം ഇതെടുത്തില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മറ്റാളുകളൊക്കെ അദ്ദേഹം മദ്യപിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം രക്തമെടുക്കാൻ സമ്മതിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ആക്ട് 205 എന്ന് പറയുന്ന വകുപ്പ് പ്രകാരം അത് അദ്ദേഹത്തിനൊരു അഡ്വേഴ്സ് ഇൻഫറൻസ്, അതായത് അദ്ദേഹം മദ്യപിച്ചത് കൊണ്ട് അങ്ങനെ അതിൽ തെളിവ് ശേഖരിക്കപ്പെടും എന്നുള്ളത് കൊണ്ട് മനഃപൂർവ്വം അദ്ദേഹം അത് നിഷേധിച്ചതാണ് എന്നുള്ള രീതിയിൽ കോടതിക്ക് ഒരു തെളിവായി സ്വീകരിക്കാവുന്നതാണ്. അത് ഇന്ത്യൻ പീനൽ കോഡിന്റെ സെക്ഷൻ 201 കൂടി അട്രാക്ട് ചെയ്യുന്ന കേസാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എല്ലാ എവിഡൻസുകളും സ്വയം അപ്രത്യക്ഷമാക്കാൻ ഒരു കുറ്റവാളി ശ്രമിക്കുമ്പോൾ ചാർത്തപ്പെടുന്ന ഒന്ന്. കുറ്റകൃത്യത്തിന്റെ തെളിവുകൾ നശിപ്പിക്കാൻ സ്വയം ഉരുമ്പിട്ടിറങ്ങി ഈ ഘട്ടത്തിൽ ശ്രീറാം വെങ്കിട്ടരാമൻ എന്നാണ് പ്രധാനപ്പെട്ട പോലീസിന്റെ ആരോപണം. ഈ കേസിൽ ഇനി നിർണായകമായ 1-2 വളരെ പ്രധാനപ്പെട്ട വസ്തുതകൾ കൂടി ഈ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. KMBക്ക് നീതി കിട്ടിയേ മതിയാകൂ, നീതി ലഭിച്ചേ മതിയാകൂ. ഷോർട്ട് ബ്രേക്ക്. സ്റ്റേ വിത്ത് us. സൗമ്യമായ ഒരു പുഞ്ചിരിയുടെ പേരായിരുന്നു KMB. KMBക്ക് നീതി കിട്ടുമോ എന്നതാണ് ഈ ഘട്ടത്തിലെ ചോദ്യം. ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് 2ാം ഘട്ട അന്വേഷണത്തിൽ
പാളിപ്പോയ എല്ലാ പഴുതുകളും അടച്ചാണ് അന്വേഷണ സംഘം ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ ശ്രീറാം ശിക്ഷിക്കപ്പെടുക എന്നതിനുമപ്പുറം ഇനി ഒരിക്കലും ഇത്തരത്തിലൊരു KMB-മാരും നിരത്തുകളിൽ പൊലിയാതിരിക്കുക എന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം. കുടുംബത്തോട് സർക്കാരും സമൂഹവും ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു, കൂടെ നിന്നു. KMB-യുടെ ഓർമ്മകളിലേക്കാണ്. മാധ്യമപ്രവർത്തകനായതുകൊണ്ട്, പരിചിത മുഖമായതുകൊണ്ട്, അട്ടിമറികൾക്കെതിരെ നിതാന്ത ജാഗ്രത പാലിച്ചതുകൊണ്ട്, മദ്യപിച്ച് വാഹനമോടിച്ച് അപകടമുണ്ടാക്കിയ IAS-കാരൻ നിയമത്തിനു മുന്നിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കാം. മറിച്ച് ഒരു സാധാരണക്കാരനായിരുന്നെങ്കിൽ എന്തായിരിക്കും എന്നതിന് ആർക്കും ഉത്തരമില്ല. ചിലപ്പോൾ ഒരു സാധാരണ അപകടമരണമായി അവസാനിച്ചിരുന്നേനെ. ഇന്നും മലയാളികൾ വേദനയോടെ അടക്കം പറയും ഇക്കാര്യം. നിയമത്തിൻ്റെ നാനാവഴികളും വളരെ കൃത്യമായി അറിയാവുന്ന ആളാണ് ശ്രീ വെങ്കട്ടരാമൻ. അതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചതും ആ ഡിലേ തന്നെയായിരുന്നു. പോലീസ് അദ്ദേഹത്തിന് അനുവദിച്ചു നൽകുന്ന ഡിലേ ആയിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും രക്ഷപ്പെടാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗം. മലയാളികൾക്ക് സൂപ്പർ ഹീറോ ആയിരുന്നു ശ്രീറാം വെങ്കട്ടരാമൻ. ഡോക്ടർ കുപ്പായം അഴിച്ചുവെച്ച് ജനസേവനത്തിനിറങ്ങി. മൂന്നാറിലെ അനധികൃത റിസോർട്ട് നിർമ്മാണങ്ങൾക്കും കയ്യേറ്റങ്ങൾക്കുമെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചു. ആവേശം ചോരാതെ എതിരാളികൾക്ക് മുന്നിൽ താൻ വെറുമൊരു പൂച്ചക്കുട്ടിയല്ലെന്ന് തെളിയിച്ചു. കിട്ടാവുന്ന പിന്തുണയെല്ലാം സമാഹരിച്ചു. അതിനിടയിൽ എപ്പോഴോ വഴിതെറ്റി. ലഹരിയിൽ മുങ്ങിയ രാവുകൾ. സൗഹൃദ വലയവും അതിനൊപ്പം വർദ്ധിച്ചു. എന്നാൽ ലഹരി ജീവിതമായപ്പോൾ ഏവരുടെയും സൗമ്യമുഖമായ KMB-യുടെ ജീവനെടുത്ത് വില്ലൻ വേഷം പുറം ലോകത്തെ അറിയിച്ചു. സ്വപ്നഭവനത്തിൽ സമാധാനത്തോടെ ഒരു രാത്രി കണ്ണടയ്ക്കാൻ KM ബഷീറിനായില്ല. പാതിവഴിയിൽ പൊലിയേണ്ടി വന്നു KMB-ക്ക്. മൂക്കറ്റം മദ്യപിച്ച് കൊലപാതകത്തിന് തയ്യാറായ യുവ IAS ഉദ്യോഗസ്ഥനെ ആലോചിച്ച് തലകുനിക്കുകയാണ് ഇന്ന് കേരളം. മരണാനന്തര നീതി അകലെയെന്ന് വിശ്വസിക്കുമ്പോഴും നീതിപീഠം കനിയുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം. ഭാര്യ ജസീലയ്ക്ക് മലയാളം സർവകലാശാലയിൽ ജോലി നൽകി സർക്കാർ തുണയേകി. എങ്കിലും പൂച്ചെണ്ടു നൽകി തിരിച്ചെടുത്ത സർക്കാരിനോട് ചെറുതല്ലാത്ത അമർഷമുണ്ട് കുടുംബത്തിന്. സാധാരണക്കാരന് ഒരു നിയമവും IAS ഉദ്യോഗസ്ഥന് ഒരു നിയമവും. വെള്ളരിക്കാപട്ടണമോ എന്ന ചോദ്യം ഏതൊരു മലയാളിയുടെ മനസ്സിലും ഉത്തരം കിട്ടാത്ത ചോദ്യമായി നിലനിൽക്കുന്നു. ശ്രീറാം വെങ്കട്ടരാമൻ ലഹരിയായിരുന്നു പുതിയ തലമുറയ്ക്ക്. ഡോക്ടർ കുപ്പായം അഴിച്ചുവെച്ച് സിവിൽ സർവീസിലേക്ക് പ്രവേശിച്ച ഡോക്ടർ ശ്രീറാം വെങ്കട്ടരാമൻ IAS. നിലപാടുകളിലൂടെ നിങ്ങൾ ജനപ്രീതി നേടി, ഹീറോ ഇമേജ് നേടി. നിങ്ങളുടെ ജീവിതം ലഹരിയാക്കാൻ ആഗ്രഹിച്ചവരുടെ മുന്നിൽ ലഹരിയെടുത്ത് നിങ്ങളുടെ ജീവിതം ഒരു ചോദ്യചിഹ്നമായി ബാക്കി നിൽക്കുന്നു. നിങ്ങളിന്ന് സർവീസിലുണ്ട്. ഈ കേസ് കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് 2 വർഷത്തെ തടവെങ്കിലും അനുഭവിക്കാവുന്ന ശിക്ഷ അത് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാവാം. തിരിച്ചു വരുമ്പോഴെങ്കിലും KMB-യുടെ വീട്ടിൽ നിങ്ങളൊന്ന് പോകും. ചെയ്ത തെറ്റിന് മാപ്പ് പറയണം. അങ്ങനെ ഈ സമൂഹം നിങ്ങളോട് ഒരുപക്ഷെ പൊരുത്തപ്പെടുമായിരിക്കും വരും നാളുകളിൽ. അതുവരെ നിങ്ങളിലെ ഉദ്യോഗസ്ഥനോട് ചെയ്ത ആ അനീതിയാണ് നമ്മൾ പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചത്. നിങ്ങൾക്ക് ഈ സമൂഹത്തിൽ ഒട്ടേറെ ചെയ്യാനുണ്ടായിരുന്നു ശ്രീറാം വെങ്കട്ടരാമൻ. പക്ഷെ നിങ്ങൾ നിരാശപ്പെടുത്തി. കുറ്റവും ശിക്ഷയും തുടരും. നാളെ പുതിയ കേസുമായി രാത്രി എത്താം 10 മണിക്ക്. ഗുഡ് നൈറ്റ്.